പുറത്ത് സഞ്ചരിക്കുന്ന ഘട്ടം ഹദല്ലദീ സബ്ബഹൽ ഹസാദി റാഹതിഹി വല്ലബ്ബു കല്ലമഹു ജഹറൽ മഅൽ ജമരി ഹദല്ലദീ സബ്ബഹൽ ഹസാദി റാഹതിഹി വല്ലബ്ബു കല്ലമഹു ജഹറൽ മഅൽ ജമരി. മഹാനായ നബി തങ്ങൾ 6 വയസ്സോടടുക്കുന്ന സമയത്ത് ഹദല്ലദീ സബ്ബഹൽ ഹസാദി റാഹതിഹി വല്ലബ്ബു കല്ലമഹു ജഹറൽ മഅൽ ജമരി. അവിടുന്ന് ഒരു പിടി മണ്ണങ്ങ് എടുക്കുന്ന സമയം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അവിടുന്ന് തസ്ബീഹ് ചൊല്ലിയപ്പോ ആ മഴത്തരികെ തസ്ബീഹ് ചൊല്ലിയ സമയത്ത് ഉമ്മ ഇതെന്താണ് പറയുന്നത്? അതാ ഉപ്പാപ്പയുടെ അരികിൽ കൊണ്ടുപോകുന്നു. എന്റെ മോളെ ആമിന, എന്റെ പേരക്കിടാവ് അത് സാധാരണ കുട്ടിയല്ല, ഒരത്ഭുതകാരനാണ്. എന്തെല്ലാം കാണാൻ പോകുന്നു മോളെ. ആ കുട്ടിയുടെ മുഖത്ത് ഉമ്മ വെക്കുകയാണ്, ചുംബനം മറിക്കുകയാണ്. അവിടുന്ന് കുട്ടിയെന്ന് തിരിക്കുന്നു. ആ സമയം വല്ലബ്ബു കല്ലമഹു ജഹറൽ മഅൽ ജമരി. വലിയൊരു ഒട്ടകം വന്ന് ഓടി വന്ന് അവിടുത്തെ തലയങ്ങോട്ട് താഴ്ത്തിക്കൊടുക്കുമ്പോ 6 വയസ്സോടടുത്തമുള്ള കുട്ടി ഒട്ടകപ്പുറത്തിരുന്ന് അങ്ങനെയും സംസാരിക്കുന്നവരെന്നും വീടിന്റെ ചാരത്ത് വന്ന് യാ ഉമ്മ ഉമ്മ എന്നങ്ങ് വിളിക്കുമ്പോ ആ എവിടെ നിന്നാ എന്റെ കുട്ടി വിളിക്കുന്നത്? വാതിലങ്ങ് തുറന്നു നോക്കുന്ന സമയത്ത് ഒട്ടകപ്പുറത്തിരുന്ന് കളിക്കുന്ന കുട്ടിയെ കാണുമ്പോ ഒട്ടകപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ആ കുഞ്ഞിനെ കാണുന്ന സമയത്ത് ആമിനബീവി എന്ന് പറയുന്ന ഉമ്മ അവിടുത്തെ കണ്ണുനീരൊരുക്കിക്കൊണ്ട് കരയുകയാണ്. തണ്ടോറമുള്ള കുട്ടി ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഓടിച്ചെന്ന് ആ പെണ്ണു ഉമ്മയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് യാ ഉമ്മ ഉമ്മ, എന്റെ കളിയും എന്റെ ചിരിയും എന്റെ സംസാരവും എന്റെ ഉമ്മാക്ക് തൃപ്തിയല്ലോ. ഉമ്മ ഉപ്പ എന്ന് വിളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ പൊന്നു ഉപ്പയുടെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചില്ല. എന്റെ ഉപ്പയുടെ കയ്യൊന്ന് പിടിച്ചു നടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ ഉമ്മ ഇക്ക എന്ന് വിളിക്കാമെല്ല ആരെങ്കിലും വിളിക്കുമ്പോ എനിക്ക് സഹോദരിമാരുണ്ടോ? എന്റെ ഉമ്മാക്ക് എന്റെ കളിയൊന്നും തൃപ്തിപ്പെടുന്നില്ലേ? റസൂലുള്ളയാകുന്ന കുട്ടി അടച്ചുകൂട്ടിക്കൊണ്ട് എന്റെ കരളേ, നിന്റെ കളി ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഞാൻ കരഞ്ഞുപോയത്. നേരെ മറിച്ച് നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് നിന്നെ ഗർഭം ചുവന്ന് നടക്കുമ്പോ അതാ നിന്റെ ഉപ്പ എന്റെ കൈപ്പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോളെ നീ പ്രസവിക്കുമ്പോഴേക്കും ഞാൻ വല്ല ജോലിയും ചെയ്ത് വല്ലതും സമ്പാദിച്ചു കൊണ്ടുവരാ എന്ന് പറഞ്ഞു ഉപ്പയെന്ന് പോയതാണ്. പിന്നെ ഉപ്പ വന്നിട്ടില്ല മോളെ, ഉപ്പയെ കണ്ടിട്ടില്ല. ഉമ്മ എന്റെ ഉപ്പയുടെ കബറ് എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, ഉമ്മ എന്റെ ഉപ്പയുടെ കബറ് എവിടെയാണ്? എന്റെ ഉപ്പയുടെ കബറൊന്ന് കാണിച്ചു തരുമോ ഉമ്മ? ആ കുഞ്ഞിന്റെ കൈ പിടിച്ചു പിതാവിന്റെ കബറിന്റെ ചാരത്തിലെത്തി. ഇതാണ് ഉപ്പയുടെ കബറി എന്ന് പറയുമ്പോ ആ കബറിലേക്ക് നോക്കിയിട്ട് വല്ലാത്ത കരച്ചിൽ. ആ ചെറിയ കുട്ടിയാണ് ഉപ്പ എന്ന് വിളിച്ച് കരയുന്നത്. അവിടുത്തെ കരച്ചിൽ നിർത്തുന്നില്ല. ഈ ഉപ്പയുടെ പിതാവിന്റെ കബറിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ആ തന്റേടമുള്ള കുട്ടി ദിങ്ങി ദിങ്ങി കരയുമ്പോൾ ഉമ്മ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് മോനെ ഉപ്പാപ്പ കാത്തിരിക്കുന്നുണ്ട് പോകണം. ആ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ടിരിക്കുമ്പോ കൈകൊണ്ട് ആഞ്ഞു കാണിക്കുന്നു ഉപ്പയുടെ കബറിലേക്ക്. അവിടുന്ന് തിരിക്കുന്ന സമയത്ത് റോഡരികിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടിലെത്തുന്നു. ആ സമയത്ത് ഈ ഉമ്മ മോനെ
ഉമ്മാക്ക് വല്ലാത്ത പനി വരുന്നുണ്ട്, എനിക്ക് സുഖമില്ല മോനെ. ഈ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ അല്പമൊന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് പോയാൽ പോരോ? തന്റെ ഇടമുള്ളത്തിൽ ഓടിച്ചെന്ന് ആ മരത്തിന്റെ ചുവടങ്ങ് വൃത്തിയാക്കി 2 കാലങ്ങ് നീട്ടിക്കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, അവിടുത്തെ 2 കാലങ്ങ് നീട്ടിയിട്ട് ഉമ്മ എന്റെ മടിയിൽ അവിടുന്ന് തലവെച്ച് കിടക്കണേ ഉമ്മ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ 10 മാസം മുമ്പ് പ്രസവിച്ച ഉമ്മ അവിടുത്തെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് ചെമ്പരമരപ്പിച്ചു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുഞ്ഞിന്റെ മടിയിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെന്ന് വഫാത്താകുമ്പോ ആ ഉമ്മയുടെ കണ്ണ് തടവിക്കൊടുത്ത് മാരടം തടവിക്കൊടുത്ത് ഉമ്മ എനിക്കാരുമില്ലല്ലോ, എന്റെ ഉമ്മയും എന്നോട് വിട പറഞ്ഞുവോ? ആ മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മുഖത്തേക്ക് ആ ചെറിയ പിഞ്ചുബാലൻ അവിടുന്ന് ചുംബിച്ചുകൊണ്ട് ചുംബനമർപ്പിച്ചുകൊണ്ട് ഉമ്മ എനിക്കാരുണ്ട് ഉമ്മ. റസൂലുള്ളാഹിയുടെ മടിയിൽ കിടന്ന് വഫാത്തായ ഉമ്മ, ആ ഉമ്മ ഒരിക്കലും മുസ്ലിമത്തല്ല, കാലാകാലവും നരകത്തിലാൻ നരകത്തിൽ കിടന്ന് വെന്തളിയുമ്പോ ആ ഉമ്മയതാ വിളിക്കുകയാണ് മാറേ. റസൂലുള്ളാഹിനെ വിളിക്കുന്ന സമയത്ത് ആ ഉമ്മാക്ക്, ആ നബിക്ക്, മുഹമ്മദ് നബിക്ക് ഉമ്മയെ 10 മാസം മുമ്പ് പ്രസവിച്ച ഉമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ജീവിതത്തിൽ ഒരു നോക്കി കാണാൻ കഴിയാത്ത, കൈയൊന്ന് പിടിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആ ഉപ്പയതാ നരകത്തിൽ കിടന്നു പറയുമ്പോ മോനെ എന്ന് വിളിച്ചാൽ ആ കുട്ടിക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. മാതാവും പിതാവും കാലാകാലവും നരകത്തിലാണ്. പ്രിയപ്പെട്ട മുസൽമാൻ, ഈ മുസ്ലിം സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഈ രാജ്യത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ സാക്ഷാൽ അമേരിക്കൻ ജോർജ് ബുഷ് റസൂലുള്ളാഹിയുടെ ഉമ്മ നരകത്തിലാണ്, അവിടുത്തെ വാപ്പയും നരകത്തിലാണ് എന്ന് ഈ രാജ്യത്തുള്ള മനുഷ്യ മക്കളോട് പറഞ്ഞു പോയാൽ എത്രത്തോളം വേദനിച്ചു പോകും മനുഷ്യ മനസ്സിലെങ്കിൽ ആ ആളുകൾക്ക് പറയാൻ തോന്നിയില്ല. അവര് പറഞ്ഞിട്ടില്ല, ലോകത്താരും പറഞ്ഞിട്ടില്ല. നമ്മുടെ കേരളക്കരയിലുള്ള കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ സഹോദരങ്ങൾ, ഞാനെന്റെ വിമർശിക്കാൻ പറയുന്നതല്ല, ഈ മാസമായതുകൊണ്ട് ഒരു സൂചന ഉമ്മമാരെ മുജാഹിദി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ സംസ്ഥാന നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, മുഹമ്മദ് നബിയുടെ ഉമ്മയും വാപ്പയും കാലാകാലവും നരകത്തിലാണ്. തൃശൂർ ജില്ലയിൽ വേലായുധൻ എന്ന് പറയുന്ന എന്റെ ഒരു അമുസ്ലിം സഹോദരനുണ്ട്, ഒരു അമുസ്ലിം സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ഈ വാക്കൊന്ന് കേട്ടുകൊണ്ട്, ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് ആ അമുസ്ലിം സഹോദരൻ ചോദിക്കുകയാണ്, ഓ മുസ്ലിയാക്കന്മാരെ, കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി എന്ന് നിങ്ങൾ പറയുമ്പോ സ്വന്തം ഉമ്മ നരകത്തിൽ കിടന്ന് പിടയുകയാണ്, സ്വന്തം ഒറ്റ നരകത്തിൽ കിടന്ന് പിടയുകയാണ്. ആ സമയത്ത് മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല. അവർ കാലാകാലം നരകത്തിലാണ്. മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത മുഹമ്മദ് നബി എന്നെ കോടിക്കണക്കിന് മനുഷ്യ മക്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും? വേലായുധൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ നാമൊക്കെ പതറിപ്പോകുകയാണ്. എന്ത് പറയാനുണ്ട്? ആ ചോദ്യത്തിന് മുന്നിൽ എന്ത് നമുക്ക് ഉത്തരം പറയാനുണ്ട്? ഒന്നും പറയാൻ കഴിയില്ല. സ്വന്തം ഉമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത 6 വയസ്സ് പ്രായമുള്ളപ്പോ വഫാത്തായിപ്പോയ ഉമ്മയെ മോനെ എന്ന് വിളിച്ച് കരയുമ്പോ ആ ഉമ്മയുടെ കൈപ്പിടിക്കാൻ കഴിയാത്ത മുഹമ്മദ് നബിയാണോ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ നേതാവ്? എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? വാസ്തവത്തിൽ വേലായുധന്റെ ചോദ്യം കേട്ടോ ഒരു വാക്ക് ആ സുഹൃത്തിന്റെ മുന്നിൽ മറുപടി പറയാൻ സാധിച്ചില്ല. മറുപടി പറയാൻ എങ്ങനെ സുഹൃത്തിന്റെ മുന്നിൽ പറയും? അത്തൈത്തു ഇലൈക യാ സമദി വഅൻത ദഖീറതി ലിവദി
شفيع الخلق خذ بيدي وقل غوثي رسول الله. ഹബീബായ നബി തങ്ങളുടെ ആ പച്ചക്കുബയുടെ താഴ്ഭാഗത്ത് ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, നബിയേ, കൊല്ലം എത്രയായി ഞാൻ ഇവിടെ വന്നിട്ട്? 28 കൊല്ലം 30 കൊല്ലമായി. കണ്ടോ 40 കൊല്ലം അവര് ദർസ് നടത്തിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ 40 കൊല്ലത്തിൽ മദീനയിലൂടെ നടക്കുമ്പോ ചെരുപ്പ് ധരിക്കാത്ത മാലിക് റളിയല്ലാഹു അൻഹു 40 കൊല്ലം മദീനയിൽ ഒരു വാഹനത്തിലും സഞ്ചരിക്കാത്ത മാലിക് റളിയല്ലാഹു അൻഹു ഉറങ്ങുമ്പോൾ പടച്ചവരെ, റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എന്റെ കാല് നീട്ടിപ്പോകുമോ? പേടിച്ചിട്ട് മദീനത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് പോയി കിടന്നുറങ്ങുന്ന മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അതേ നബിത്തങ്ങളുടെ മുഖം കാണാൻ ആ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്നുകൊണ്ട്, നബിയേ, അവിടുത്തെ ബാക്കി വെള്ളം കുടിച്ചിട്ടില്ല, അവിടുത്തെ ബാക്കി ഭക്ഷണം ധരിച്ചിട്ടില്ല, അവിടുത്തെ കൂടെ ഒരു വക്കത്ത് നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ പിന്നിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ സാധുവായ പാവപ്പെട്ടവന് ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ മുഖമൊന്ന് കാണുവാനറിയോ, അവിടുത്തെ കയ്യൊന്ന് കാണുവാൻ തന്നോ. എത്ര ആളുകളാ ആ പെണ്ണുനബിയുടെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് കണ്ണുനീരടിക്ക് ദുആ ചെയ്തു പോയത്. അതൊക്കെ നേരിൽ കണ്ട് ഇനിയും അവിടെ ജീവിച്ചിരിപ്പുള്ള 29 കൊല്ലമായി കണ്ടോ ഹജ്ജാറിനെ പോലെയുള്ള പണ്ഡിതന്മാർ. ഫഹദീസി മദീനത്തിഹി ഖറാറാ വർസുഖൻ സുന്ന ദഫ്നൻ ബിൽ ബഖീഇ. യാ റസൂലല്ലാഹ്, തങ്ങളെ ഈ പച്ചക്കുബയുടെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് കൊല്ലങ്ങളോളമായി ഞാൻ സ്വലാത്ത് ചൊല്ലിയിരിക്കാൻ തുടങ്ങിയിട്ട്, അവിടുത്തെ മദഹുകൾ എഴുതാൻ തുടങ്ങിയിട്ട്, യാ റസൂലല്ലാഹ്, നീണ്ട 30 കൊല്ലത്തോളം ഇവിടെ ജീവിക്കാൻ നബിയേ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ട് എന്റെ മരണത്തിന്റെ ഘട്ടമങ്ങ് വരുമ്പോ മദീനത്തെ പുറത്തേക്ക്, മദീനയുടെ പുറത്തേക്ക് എന്നെ മാറ്റിവെച്ച് എന്നെ മരിപ്പിക്കല്ലേ നബിയേ. ഞാൻ മദീനയുടെ പുറത്ത് വെച്ച് മരിക്കുമോ തങ്ങളെ? റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് 30 കൊല്ലത്തോളം ആ പച്ചക്കുബയുടെ താഴ്ഭാഗത്തിൽ നിന്ന് സ്വലാത്ത് ചെല്ലുന്ന ആ മഹത്തുക്കളായ